രണ്ട് കൂട്ടർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു കൂട്ടർ ആരാണ്? ഈ കൾട്ടുകൾ അനാവശ്യമായി എന്ത് പറയാ, രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളെ ഇമാമിന്റെ ഒപ്പം ഞങ്ങളെ ഇമാമാണ് മഹ്ദി, ഞങ്ങളൊപ്പം കൂടിക്കൊള്ളു, അങ്ങനെ പറയുന്നവർ കേരളത്തിലുണ്ടോ അല്ലേ? പറയണ്ടോ അല്ലേ? അവരത്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ വേറെ അല്ല. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കൂടരുത്. അതൊക്കെ നാശത്തിലേക്കാണ്. മഹ്ദി ഇന്നും വന്നിട്ടില്ല. മനസ്സിലായോ പറഞ്ഞത്? മഹ്ദി ആളെ വലിച്ചുകൂട്ടുന്ന ആളും അല്ല. അത് ഇങ്ങക്കാണ് തിരിയും. ഒരു മുഅ്മിനും തിരിയും. ദജ്ജാൽ വന്ന ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞു, ദജ്ജാലൻ വന്നിട്ടാൽ എന്താ കെട്ടാൻ? ഞാൻ പറഞ്ഞു, ഈമാൻ ഉണ്ടാക്കാൻ നോക്കിക്കോ. ഈമാൻ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് തിരിയും? മഹ്ദിയൊന്നും തിരിയും. പരമോനെ ദജ്ജാല്, അതിനൊരു പരിശീലനം വേണ്ടടോ. എന്ത് മതി? ഈമാൻ ഉണ്ടായാൽ മതി. എന്തിനങ്ങൾ പേച്ചാറാണ്? മഹ്ദി ആരോ ഉസ്താദേ? ഹബീബ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? നിന്റെ അവസാനമാണ് നിന്റെ ഖിയാമത്ത്. അതെപ്പോഴും സംഭവിക്കും. അയിനമാത്തക്കൂനു യുദ്രിക്കുൽ മുൽ മൗത്തു. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടും. നമ്മളെ ഖിയാമത്ത് എന്നത് നമ്മുടെ മരണം. ഓരോരുത്തരും അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഉദാഹരണം, സ്റ്റീവ് ജോബ്സിൻ്റെ, ഇപ്പോൾ ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടറാണ് സ്റ്റീവ് ജോബ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം 2005 ഈ ഭയമില്ലാത്ത അവസ്ഥ. റമളാന്റെ തുടക്കത്തിൽ ഈ എരിവും പുളിയും തിന്നാനൊക്കെ വല്ലാത്തൊരു ഒഴുക്ക് നമ്മുടെ നാട്ടിലുണ്ടായി. പക്ഷേ ഒരു റമളാൻ 10 കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? കൊണ്ടോ ഇല്ലേ? എന്താ കാരണം? യുദ്ധഭീതി അല്ല, വേറൊന്നുമല്ല. ജനങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് കയറി? ഭീതി, ഭയം മനുഷ്യനെ ഭൗതിക പ്രമത്തതയിൽ നിന്ന് പുറകോട്ടടിക്കും. അപ്പൊ മനുഷ്യന് പൂർണ്ണ നിർഭയത ഉണ്ടാകാൻ പാടില്ല, അതേസമയത്ത് പൂർണ്ണ ഭയം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, നിങ്ങളൊരു മരക്കൊമ്പ് കണ്ടാൽ ഖിയാമത്ത് നാളാണെങ്കിലും എന്ത് ചെയ്യണം? അപ്പൊ രണ്ടിൻ്റെ അടിയിലാണ് നമ്മളുള്ളത്. ഗോളം കൂട്ടിമുട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? ഒടിച്ചുത്തരം മരം നോക്കി പായണം. ഒരു പൂളക്കൊമ്പുണ്ടെങ്കിൽ ഉത്തരം. ഗോളങ്ങൾ കൂട്ടിമുട്ടി തുടങ്ങി, ഇനിയിപ്പോഴൊക്കെ ഉണ്ടാവോ എങ്ങായി? അയ്യോക്കണ്ട പ്രതീക്ഷ. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജായി. ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പേടി പേടിക്കണ്ട, ഒന്നുമില്ല, എനിക്കും അറിയടൊന്നുമില്ല, അറിയില്ല എന്നും നമ്മക്കതിൽ അല്ലാഹു യസ്അലൂനക അനി സാഅതി അയ്യാന മുർസാഹാ ഫീമാ അൻത മിൻ ദിക്റാഹാ. അപ്പൊ അവിടെ മുബഹമാക്കിട്ടു. ആളുകൾ വന്ന് ഖിയാമത്തിനാന്റെ ഡേറ്റ് നിങ്ങളോട് ചോദിക്കും, ഫീമാ അൻത മിൻ ദിക്റാഹാ, അത് പറയാൻ നിങ്ങളാരാ? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, അതിന്റെ പേരിൽ ജനങ്ങളെ പേടിപ്പിക്കലേ നിങ്ങൾ ഉത്തരവാദിത്തമുള്ളൂ. അപ്പൊ പേടിപ്പിക്കണോ വേണ്ടേ? ഖിയാമത്തിനാളിന്റെ ഡേറ്റ് പറഞ്ഞു കൊടുക്കാത്ത എന്താ? എന്റെ അള്ളാഹിന്റെ അടുക്കൽ ഡേറ്റ് ആയിട്ടില്ലേ? അല്ല, അള്ളാഹിന്റെ അടുക്കൽ ഡേറ്റ് ആയിട്ടില്ലേ? അള്ളാഹ് ഇങ്ങനെ നോക്കി കുത്തിരിക്കണോ? നിങ്ങൾ കുതിര വിടണ എവിടെ പോകുന്നതാണെന്ന് നോക്കട്ടെ. ജിബ്രീൽ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് ഡേറ്റ് എത്ര? ഡേറ്റ് തീരുമാനമായിട്ടില്ല, നമുക്ക് പിന്നെ മുശാവറ കൂടിയാണ് തീരുമാനിക്കാം. ഞാനും നിങ്ങളും മലക്കളൊക്കെ കൂടിയാണ് നമുക്ക് ഡേറ്റ് പിന്നെ നിശ്ചയിക്കാം. എൻ്റെ കല്യാണം നിശ്ചയം കഴിയാമെന്നാൾ. അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നറിയോ? ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നാശാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് തുടങ്ങിയത്. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പൊ ഇത് ഖിയാമത്ത് ഡേറ്റ് അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല. എന്തേ അത് ജനങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞു? എന്ത് പറയണ്ട പറഞ്ഞു? അത് പറഞ്ഞ ജനങ്ങൾ അന്നല്ലേ അറിയും. അപ്പൊ എന്നും ജനങ്ങൾ എന്ത് പേടിയിലാണ്? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, ഇന്നമാ അൻത, തീർച്ചയായും താങ്കൾ, മുൻദിറു മൻ യഖ്ശാഹാ, അതിനെ ഭയപ്പെടുന്നവനെ ഭയപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്. ഭയപ്പെടില്ലാത്തവരോട് പറഞ്ഞിട്ടോട്ട് കാര്യമല്ല, നിരീശ്വരവാദി. ഇന്നമാ അൻത എന്താണ് രാവിലെ വന്ന് ഉറങ്ങണേ? എന്നെ പറ്റി പൊതുവെ ആക്ഷേപണ്ട് വരുന്നവനെ ചീത്ത പറയും. സത്യമാണ്. സൗകര്യം നീ വന്നാൽ മതി. എനിക്ക് പറ്റി വന്നോണ്ട് ഒരു ലാഭമില്ല, നീ വരാന്നോണ്ട് നഷ്ടമല്ല. ആറ് ഖുർആന് പൈസ ഇട്ടല്ലേ, ആൾ തന്നിട്ടില്ല, ഞാൻ പൂട്ടും ചെയ്യും. എന്ത് പ്രശ്നമുള്ളത്? നേറ്റെടുത്ത് നടത്താനുള്ളവരൊക്കെ വന്നോളി. എനിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും കളിയില്ല, ഒന്നും പ്രശ്നമില്ല. എനിക്കടുത്ത വഴി അള്ള തുറന്നു തരും. എനിക്ക് പഠിച്ചോ റബ്ബിന് പണി എനിക്കല്ലേ വേണ്ടത്, ഒന്നും വിജയമില്ല, വേഷാറില്ല. നബിൻ്റെ പണി എന്താ? ഇന്നമാ അന്ത, ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? ഇന്നമാ അന്ത മുൻദിറു മൻ യഖ്ശാഹാ. ഇന്നമാ അന്ത, നബിയെ തീർച്ചയായും താങ്കൾ, അന്ത മുൻദിറു മൻ, ഒരാളെ പേടിപ്പിക്കുന്നവൻ മാത്രമാണ്. യക്ഷ, അയാൾ പേടിക്കുന്നുണ്ട് ഖിയാമത്ത് നാളിനെ. അപ്പൊ ഖിയാമത്ത് നാളിനെ പേടിക്കുന്നവനെ പേടിപ്പിക്കുന്നവൻ മാത്രമാണ് താങ്കൾ. ഡേറ്റ് നടക്കുന്ന ആളല്ല. ഡേറ്റ് പറഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? പേടി ഉണ്ടാവില്ല.
അങ്ങനെയാണ്. ഒരു അമ്മായിമക്ക് അടുക്കള വൃത്തിയായി കിടക്കണം ഭയങ്കര കർശന നിയമമാണ്. എൻ്റെ പിന്നിൽ മരുമക്കളെ പൊള്ളിച്ച ചീത്ത അറിയാം അമ്മായിമ്മ ഉണ്ടോ ഒരു പൊടി കിടക്കൂല അടുക്കളയിൽ. അപ്പോഴാണ് അമ്മായിമ്മ എന്ത് ചെയ്ത്, അമ്മായിമ്മൻ്റെ ആങ്ങളിൻ്റെ അടുക്ക് വിരുന്നോമ്പിന്. അപ്പോൾ ആ അടുക്കള അങ്ങനെ നടക്കും. എന്തുകൊണ്ട്? ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയാതൊന്നും ഉമ്മ വരൂല. അപ്പം തിന്നിൻ്റെ ബാക്കി ബത്തക്കൻ്റെ പൗതി എന്തേ ഉണ്ടാവുമല്ലേ, കുടിച്ച പകുതി തിന്ന പകുതി അവിടെ മന്തി കുന്തി ഒക്കെ അങ്ങനെ കിടക്കും. അത് ഈ പോരല്ലേ അയൽവാസി പെണ്ണ് വിചാരിച്ചു. എന്തേ അവിടെ പേടിക്കുന്ന ആള് ഇല്ല. അപ്പോഴാണ് എന്തായിട്ടെന്നറിയോ, അമ്മായി വിളിച്ച് വരിക്ക് ഉമ്മ അങ്ങോട്ട് പോരാന്ന് അറിയണ്ടിട്ടാ, രാവിലെ സുബൈസ്കച്ച് ഞങ്ങൾ പറഞ്ഞിട്ട് ഉമ്മ നിൽക്കണില്ല, പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാണ്ട് പലവട്ടം ഉമ്മാനോട് പറഞ്ഞു നോക്കി, ഉമ്മ നിൽക്കണില്ലട്ടാ, ഉമ്മ നാളെ ഇവിടെ പിന്നെ ഓട്ടോറിക്ഷ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ ഞാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ കുഞ്ഞുമാൻ്റെ ഒപ്പം രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് ഉമ്മ ഒന്ന് കിടക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക് എണീറ്റാൽ ഉമ്മാനെ പിന്നെ കുഞ്ഞുമാനെ അവൾക്ക് കാറിൽ കൊണ്ടുവരോട്ടാന്ന് തലേന്ന് ഫോണ് വന്നാൽ അന്ന് അത്താഴം കഴിച്ചിട്ട് അവിടുത്തെ ഒരു മരുവോളും ഉറങ്ങൂല. കാരണം ആര് വരാനായി? പേടിക്കേണ്ട ആള് വരാനായി. ആള് ആദ്യം അടുക്കളയിൽ കൂടിയാ കേറുന്നേ. നോക്കിയ കഴിഞ്ഞ് തന്നെയല്ലേ. അതുകൊണ്ട് ഡേറ്റ് മനസ്സിലായില്ലേ? ഡേറ്റ് നേരത്തെ അറിയില്ല, അതുകൊണ്ട് ഓരോ മനസ്സിലാണ്ടോ പറഞ്ഞത്. അത് നാളെ പറഞ്ഞ പേടിയായി. ഞമ്മടെ ധാരണയിൽ ഉമ്മ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ, അതാണ് അങ്ങനെ ഇട്ട്. അപ്പൊ നാളെ രാവിലെ വരും 10 മണിക്ക് എത്തുന്ന പറഞ്ഞാൽ പേടിയായി. അപ്പൊ ഒരു മരിയോള് പറഞ്ഞു 10 മണിന്ന് കണക്കാക്കണ്ടോ, അത് എന്ന് പറഞ്ഞാൽ ഒരു ജഗലാണ്. സുബഹിസ്കരിച്ച ഭാവിയോടുന്ന് എന്നോട് വേഗം ഉറങ്ങണ്ടേ നമുക്ക്, അല്ല ചീത്ത മുഴുവൻ കേൾക്കാൻ എന്താണ് ഇവിടുന്ന് പറയേണ്ടി വരും. മനസ്സിലാണ്ട് പറഞ്ഞത് ഇതന്നെ. അപ്പൊ പേടി ഒരു ജനത്തെ നേരിൽ നിലനിർത്തുന്നത് എന്താണ്? പേടിയാണ്. പേടിക്കണ്ട, ഭയപ്പാടൊന്നുമില്ല. വിചാര ശാസ്ത്രജ്ഞനോ നെജി പഠിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ജനം ഖൗഫിന്റെ റജാന്റെ ഇറങ്ങിക്കണം, അല്ലെങ്കിൽ മനസ്സിലാണ്ട് പറഞ്ഞു. ഇപ്പൊ ഈ നിങ്ങളെ വയറൊന്നുമല്ല, വയറിന് സ്വാധീനിച്ചിട്ടുണ്ടാവും ചെറിയ അളവിൽ, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി എന്ത് 2 കാരണം. ദുബായിൽ നിന്ന് വല്ലാതൊന്നും ഇങ്ങോട്ട് വരൂല, പേടിയായി. ദുബായിൽ വരും എന്ന പ്രതീക്ഷയിലാണ് എന്ത് ചെയ്തത്, ഈ പുളിച്ചിലിട്ടിലും അങ്ങനെ മൂട്ടുകെട്ടി പെണ്ണുങ്ങളെ കൊണ്ട് പാഞ്ഞ്. ഇനി അങ്ങനെ വല്ലാതൊന്നും ദുബായിൽ വരൂല, ദുബായിനെ പൊളിയാനാവും പേടി. ഇറാൻ ബേക്കൊക്കെ ഇടുകയാണെന്നുള്ള പേടി, ഇത് യുദ്ധം നിലനിൽക്കുന്നത് പേടി. ഈ പേടി മനുഷ്യനെ നന്നാക്കി. ഇപ്പൊ ആള് കുറവ് എന്ത് അങ്ങനെ തന്നെയല്ലേ പറ. റമദാനിന്റെ തുടക്കത്തിലുണ്ടായ ഈ എന്ത് പറയാ ദമ്മ് സോഡ, പറയുടെ ചങ്ങായി ഇങ്ങനക്കറിയില്ല, അതിനിപ്പോ ബുക്കായി ഒന്നും ഓതണ്ടേ ഇല്ലല്ലോ. ഈ ദമ്മ് സോഡക്കുള്ള പാച്ചിലിപ്പല്ല. എന്തുകൊണ്ട്? മനുഷ്യന്മാർക്ക് എന്ത് കുടുങ്ങി? പേടി കുടുങ്ങി. പേടിയില്ലെങ്കിൽ നന്നാവില്ലങ്ങായി. മുത്തഖീങ്ങൾ എന്നാ മുത്തഖീങ്ങൾ പറഞ്ഞാൽ അല്ലദീ യഖീ നഫ്സഹു അമ്മാ യദുറുഹു ഫിൽ ആഖിറ. ആഖിറത്ത് ചെന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പേടിക്കുന്നവൻ മുത്തഖീ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുമ്മ റക്കാമി പറയണ എന്താണ് വിചാരിച്ചേ? എങ്ങനെ ഓരോരുത്തർ കണ്ട വയറും മുഴുവൻ കേക്കറി അങ്ങായി ഇവര് നിങ്ങൾ ആശാക്കും. ഇപ്പൊ കുറച്ച് മൗര്യമാരെ വയറിലാണ്, പേടിക്കണ്ട, ഇപ്പോഴൊന്നും നടക്കാൻ പോണില്ല. ആരാണ് മുത്തഖി? ഇസ്മുൽ ലിമൻ യഖീ നഫ്സഹു അമ്മാ യദുറുഹു ഫിൽ ആഖിറ. ആഖിറത്തിലെത്തിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പേടിക്കുന്നവനാണ് ആര്? അതാണ് മുത്തഖി. പേടിയില്ലെങ്കിൽ ആരാവൂല? മുത്തഖി ആവൂലല്ലോ. ഒരു താരിഖിൽ ഞാൻ സംഭവം കണ്ടു. ഒരു പെണ്ണ് നല്ലൊരു തടിച്ചിയായ പെണ്ണ്, ആ തടിച്ചിയായ പെണ്ണിന് മക്കളുണ്ടാവില്ല. അങ്ങനെ ഒസ്സാലിമാമിനെ എത്തുകൊണ്ടെന്നു. അപ്പോൾ ഒസ്സാലിമാമ് പെണ്ണിന് ഇങ്ങനെ നോക്കിയാണ് പറഞ്ഞു, എന്താണ് എന്തിനെ വന്നു ചോദിച്ചു. ഇവൾക്ക് ഗർഭം പിടിക്കണില്ല, അപ്പൊ ഗർഭം ഉണ്ടാകാൻ ഒരു വഴി പറഞ്ഞുതരാൻ വേണ്ടി വന്നതാണ് ഏറും. അപ്പോൾ പറഞ്ഞു ഗർഭമൊക്കെ പിന്നത്തെ കാര്യം, ഇവള് ഒരു 10-40 ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകുന്നത്. ഇത് ഗർഭം ലോകം കണ്ടാവില്ല പപ്പിയാണല്ലോ ഈ പറയണ ഒസ്സാലിമാമ്. അപ്പോൾ അപ്പം തന്നെ കരച്ചിൽ തുടങ്ങി. ഞാൻ ഒരു മനസ്സിലായില്ല, ഞാൻ ഏതായാലും മരിച്ചു പോകല്ലേ, മരിച്ചു പോകല്ലോ, ഭയങ്കര കരച്ചിലും പിടിച്ചിലുമായി. പിന്നെ 6 മാസം 40 ദിവസം കൂർമല്ലോട്ടെ താരിഖ് ഏതോ പഠിച്ചതാണ്. ഏതായാലും ഒരു ഡേറ്റ് പറഞ്ഞു, ചെറിയ ഡേറ്റ് ഒന്നുമല്ല, ഒരു വലിയ നീണ്ട ഡേറ്റാണ് പറയുന്നത്. ഓക്കെ, ആ ഡേറ്റ് എത്തുമ്പോൾ മരിച്ചു പോകും.
ഇവളെ ഗർഭമൊക്കെ പിന്നത്തെ കാര്യമല്ലേ ചങ്ങായി, ഇവൾ മരിച്ചു പോവുകയാണ്, മരിക്കണ ഡേറ്റ് ആയിരുന്നു കാരണം. അപ്പോൾ ഇവർ രണ്ടാൾ പോയി. പിന്നെ ഓള് എണീറ്റില്ല, ഓള് കരച്ചിലൊക്കെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ല. നാട്ടുകാർ കുടുംബക്കാരൊക്കെ വന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഇവൾ തിന്നൂല. അങ്ങനെ ഈ ഡേറ്റ് ഉണ്ടായപ്പോഴത്തേന് 6 മാസമോ 40 ദിവസം എന്താണ് ആ ഡേറ്റ് ആയപ്പോഴത്തിന് സഹറത്തിന് അഹീഫത്തൽ ബദിനി ഇവളെ ആ കുമ്പയും പള്ളയും ആ ഇവിടെ കെട്ടിക്കിടക്കണ ആ കുമ്പയും കെട്ടിക്കിടക്കണ ആ നെയ്പ്പാടിയൊക്കെ എന്തായി, അതൊക്കെ പോയി. താടി ഇങ്ങോട്ട് മെലിഞ്ഞ് കൊണ്ടുവന്നു, ഓളെ താങ്ങിക്കൊണ്ടുവന്നു. ഡേറ്റ് കഴിഞ്ഞു, ഇവൾ മരിച്ചതുമില്ല. അപ്പോൾ സാലിമാമൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ സാലിമാമനോട് ചോദിച്ചു, നിങ്ങൾ ഡേറ്റ് ഇന്നലെ ഇരുന്നല്ലോ ഓൾ മരിക്കണേ, അത് കഴിഞ്ഞല്ലോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാ, ഇനി അവളെ ജിമാഅ് ചെയ്തോ കുട്ടികളുണ്ടാവും, ഇതായിരുന്നു എനിക്ക് ആവശ്യം, ഇനി പോയിക്കോളി, ഓ അടുത്ത കാലത്തൊന്നും മരിക്കണില്ല, പോയിക്കോ. മറ്റേ അവളെ ജിമാഅ് ചെയ്താലും അവളെ ഗർഭപാത്രത്തിലേക്ക് നുത്ഫത്ത് എത്തൂല, കാരണം അവിടെ നെയ്പ്പാട കിട്ടിയിട്ടുണ്ട്. ഈ നെയ്പ്പാട പോകണമെങ്കിൽ ഇവൾ പട്ടിണി നടക്കണം. അതിപ്പോൾ വേറെ എന്ത് ദിക്ർ പറഞ്ഞാലും ഇവൾ പട്ടിണി നടക്കില്ല. നാളെ മരിച്ചു പോകുക, 40 വയസ്സിൽ മരിച്ചു പോകുന്ന പറഞ്ഞാൽ പിന്നെ ദിക്റും സ്വലാത്തും അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. തിന്നതിൻ്റെ പേരിൽ തോപ ചെയ്ത് പിന്നെ കരിയണ പണിയാണ്. പച്ചവെള്ളം വരെ കുടിക്കാതെ കുത്തുന്ന കരിയും. അപ്പോഴത്തിന് ഓള ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് കെട്ടിയ നെയ്പ്പാട അല്ലാത്തൊരു ഓപ്പറേഷനൊന്നും നടന്നില്ലല്ലോ. ആ ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് അടഞ്ഞു പോടെ നെയ്പ്പാടന് നീങ്ങും. നെയ്പ്പാട നീങ്ങിയാൽ അവളെ ഗർഭപാത്രത്തിലേക്ക് നുത്ഫത്തെത്തും. നീ ജിമാഅ് ചെയ്തോ, നീ കുട്ടി ഉണ്ടാവും ചെയ്യും. ഇതല്ലേ ഹിക്മത്ത്. അപ്പം എന്ത് വേണം പറ? എന്ത് പേടി? കുട്ടി ഉണ്ടാകുന്നവര് പേടി വേണമെന്നാ. പേടിയും മനുഷ്യനെ നിലനിർത്തുന്ന ഘടകം ഈ പേടിയാ. എത്രയാ ഹദീസ് ഈ വിഷയത്തിലുള്ളത്. എത്രയോ ഹദീസ് ഇതാ മാമിൻ നബിയിൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ആദം നബി പേടിപ്പിക്കൽ തുടങ്ങിയതാ. അൻദറ പേടിപ്പിച്ചു. മാമിൻ നബിയിൻ ഒരു നബിയും ദജ്ജാലിനെ പേടിപ്പിക്കാതെ ഉണ്ടായിട്ടില്ല. ഈ നബിമാർക്കൊക്കെ അറിയില്ലേ എന്ത്? മുഹമ്മദ് നബി വരാതെ ആര് വരൂല, എന്നിട്ട് പേടിപ്പിക്കും. ആ നബിമാരൊക്കെ മാസ്റ്ററിൽ നിന്ന് അനുയായികൾ വാളയും. ഇപ്പോഴല്ലേ തിരിഞ്ഞ് നിങ്ങൾ നമ്മളോട് പലതും പറഞ്ഞിട്ടുണ്ട്, ഞമ്മക്ക് ഇപ്പോഴല്ലേ തിരിഞ്ഞ്, ഒരിക്കൽ തിരിയില്ലല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? മാമിൻ നബിയും ഒരു നബിയും ഇല്ല അന്തറ ഭയപ്പെടുത്താത്തൊരു നബിയുമില്ല. കൗമഹു ആ നബിയുടെ ജനതയെ അനിൽ അഅ്വരിൽ കദ്ദാബി ഈ കോങ്കണ്ണനായ കള്ളനെ പറ്റി ഒപ്പം വന്നിട്ടുണ്ടോ? അവനിപ്പം വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ ആദം നബി പറഞ്ഞ് പേടിച്ചോളിട്ടോ കോത്താമ്പി വരുന്നുണ്ട് പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തുണ്ടാണം പറയാ, എന്തുണ്ടാണം? പേടിണ്ടാണം. നിന്നെ നൂഹ് നബി പറഞ്ഞ് നൂഹ് നബിക്ക് അറിയില്ലേ മുഹമ്മദ് മുസ്തഫ വരാതുണ്ടാവില്ല. ദജ്ജാൽ വന്നാൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ നബിക്കറിയില്ലേ, ഞാൻ ഈ കഥ വെച്ചാൽ വരില്ല. സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി ഈ ഖലീഫമാരെ കാലത്ത് വരില്ല. ഖലീഫമാരെ എങ്ങനെ എണ്ണുന്നുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 30 കുട്ടി ദജ്ജാലുകൾ വരണം, എന്നിട്ടാണ് മസീഹ് ദജ്ജാൽ വരിക. ഇതൊക്കെ അതും നബി പറഞ്ഞിട്ടുണ്ട്, ഇത് നബി പറഞ്ഞിട്ടുണ്ട്. എന്റെ ജനത്തിന് പെരുമ്പടി ഉണ്ടായിരുന്നു. പെരുമ്പടി ഉണ്ടാക്കലാണ് ഈ കൾട്ടുകൾ ചെയ്യുന്നത്. എന്തിന്? മുതലെടുപ്പ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് ചെയ്യരുത്. ഇവിടെ പെരുമ്പടി ഉണ്ടാക്കണല്ല, നമ്മൾ പണിയെടുത്തോളടാ, നല്ല ഭക്ഷണം കഴിക്കാം. ഞാമത്തുണ്ടോ നല്ല നിലക്ക് കിടക്കാം. കുപ്പായം വാങ്ങാം, നല്ലൊരു കുപ്പായ ശീലണ്ട വാങ്ങിക്കോ, പൈസ ഉണ്ടെങ്കിൽ അത് എടുത്ത് റാഹത്തായി കിടക്കാം. നല്ല ഭക്ഷണം ഉണ്ടോ കഴിക്കാം. അടുത്തല്ലേ നമുക്ക് ഇതിനേക്കാളും വലിയ വെള്ളം അറിയാം. ഇറാൻ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടെല്ലാം കൂടിയാണ് തീരുകയാണെങ്കിൽ പിന്നെ അടുത്ത കൊല്ലത്തിന്റെ വെള്ളമുള്ളത് ബാക്കി നമുക്ക് അടുത്ത വെള്ളം പറയാം. അങ്ങനെയും പറഞ്ഞല്ലോ കുറെ വേളിപ്പോ നമ്മള്. ഇനി ബാക്കി ദാറു ഖുറാനിലെ കുട്ടികൾ പറയും, അതിനൊന്നും പാവൂലല്ലോ, ഇതൊക്കെ തീരല്ലേ. ഇതിന്റെ ഇടയിൽ മനസ്സിലായോ? ഇതിന്റെ ഇടയിലാണ് എന്ത്? ദീന്. അപ്പൊ 2 കൂട്ടർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു കൂട്ടർ ആരാണ്? ഈ കൾട്ടുകൾ അനാവശ്യമായി എന്ത് പറയാ, രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളെ ഇമാമിന്റെ ഒപ്പം ഇതാ ഞങ്ങളെ ഇമാമാണ് മഹ്ദി, ഞങ്ങളൊപ്പം കൂടിക്കൂടി. അങ്ങനെ പറയുന്നവർ കേരളത്തിലുണ്ടോ അല്ലേ? പറയണ്ടോ അല്ലേ? അവരത്ര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ വേറെ അല്ല. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കൂടരുത്. അതൊക്കെ നാശത്തിലേക്കാണ്. മഹ്ദി ഇന്നും വന്നിട്ടില്ല. മനസ്സിലായോ പറഞ്ഞത്? മഹ്ദി ആളെ വലിച്ചൂട്ടുന്ന ആളും അല്ല. അത് ഇങ്ങക്കാണ് തിരിയും, ഒരു മുഅ്മിനിൽ തിരിയും. ദജ്ജാൽ വന്ന ഈ ആഴ്ച എന്നോട് പറഞ്ഞു, ദജ്ജാൽ വന്നിട്ടാൽ എന്താ കട്ടാൻ?
ഞാൻ പറഞ്ഞു ഈമാൻ ഉണ്ടാക്കാൻ നോക്കിക്കോ. ഈമാൻ ഉണ്ടാക്കിയ നമുക്ക് എന്ത് തിരിയും? മഹദിയാന്നും തിരിയും. പറമോനെ ദജ്ജാല്, അതിനൊരു പരിശീലനം വേണ്ടടോ. എന്ത് മതി? ഈമാൻ ഉണ്ടായ മതി. എന്തിനു നിങ്ങൾ പേടിച്ചാറാണ്? മഹദി ആരാ ഉസ്താദേ? മഹദി ആരാ ഉസ്താദേ? ദജ്ജാൽ ആരാ? എന്ന് പേടിക്കണ്ട. അത് മനുഷ്യന് ഒരുത്തിൻ്റെ ഒപ്പം മരണം വരെ കഴിയേണ്ട ഒരുത്തനാണെങ്കിൽ ഓൻ അവിടെ ഓളാണ് കാണുമ്പോഴത്തിനെന്നാൽ മദ്യവും. ഈ മദ്യാൽ അല്ല ഓന്റെ മനസ്സിൽ എനിക്കിത് പറ്റിയതാണ്, ഓന്റെ മനസ്സിൽ എനിക്ക് പറ്റിയതാണ് നിറച്ചു കൊടുത്തോനാരാ? അല്ലാഹു. ഇതിനേക്കാൾ ചൊറുക്കുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഓനെ പറ്റിയില്ല, അത് വേറൊരു ആക്കി നിശ്ചയിച്ചതാണ് അല്ലാഹു തആല. അനക്ക് അവിടുന്ന് ഒരു വെള്ളം കൂടി നടന്നു, എൻ്റെ ഒരു വെള്ളം അവിടെ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ആ വെള്ളം കുടിച്ച് പോകുന്നു. കുറച്ച് എന്താ പറയാ, ഈ പുതിയണ്ണിനെ കാണാൻ വരുന്നവർക്കൊക്കെ കൊടുക്കണ ഒരു മിച്ചർ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ആ മിച്ചറിൽ കടല അങ്ങനെ ഇടും. കടല നല്ലോണം കടലുള്ള മിച്ചർ. മറ്റേ മനുഷ്യന്മാർ ആരും തിന്നൂല. അപ്പോൾ ഈ പുതിയണ്ണിനെ കാണാൻ വരുന്നവർക്ക് കൂടുതൽ കടലുള്ള മിച്ചറാണ് കൊടുക്കുക. അപ്പോൾ ഇവന് കാണാനും വർത്താനം പറയാനും ഉള്ള സൗകര്യത്തിനാണ് എന്ത്, ആ കടലയൊക്കെ പൊറുക്കി തിന്നും ചെയ്യും, ഓളോട് വർത്താനം പറയും ചെയ്യും. അപ്പൊ എനിക്ക് കടലയും കിട്ടും, എന്തു കിട്ടും? ആ വെള്ളം കിട്ടും. എൻ്റെ മനസ്സിൽ തോന്നുക എനിക്ക് പറ്റിയല്ല, എൻ്റെ അത് വേറൊരാക്കളെ വണ്ണാണ്. ഇത് അത്രയൊന്നും ചൊറുക്കില്ല, പക്ഷെ എനിക്കൊരു പതിന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എന്തേ? അത് നിനക്കുള്ള വണ്ണാണ്. ഇത് ഇട്ടിരുന്നവൻ ആരാണ്? റബ്ബാണ്. എത്രയുള്ള ചങ്ങായി? ഇജ് മൂമിനായാൽ അത് മതിയാന്ന് എനിക്ക് തിരിയും. എജ്ജാരാന്ന് എനിക്ക് തിരിയും. മനസ്സിലായ പറഞ്ഞത്? ഇജ് പേടിക്കണ്ട, മഹദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണ്ട. അത് ജനങ്ങൾ ചൂഷണം ചെയ്യലാണ്. ചരിത്രത്തിൽ ഒരുപാട് മഹദികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നുണ്ട് 20 മഹദി ഉണ്ട്. ഇപ്പൊ ലോകത്ത് 20 മഹദി കൾട്ടുകളുണ്ട്. എനിക്കറിയുന്നുണ്ട്, പല രാജ്യങ്ങളുണ്ട്. അപ്പൊ നോക്ക് നിങ്ങൾ, ഇങ്ങനെ എത്രയോ മഹദികളെ ലോകം കൊന്നിട്ടുണ്ട്. മഹദി എന്ന് പറഞ്ഞാൽ അവസാനം കൊല്ലുക, അനുയായികൾ കൊന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അത്തരം കൾട്ടുകൾക്ക് ഭയപ്പെടരുത്. അത് ഭയപ്പെടുത്തി ജനങ്ങളെ പിടുങ്ങൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതേ സമയത്ത് പേടിക്കൊന്നും വേണ്ട എന്നുള്ള വയറിൽ അതും കേൾക്കണ്ട. അതിന്റെ പിന്നിൽ ഭൗതിക പ്രമത്തതയാണ്. നമ്മളെപ്പോഴും എന്തൊരു ഉദാഹരണം പറയാം. ഇപ്പൊ പണം അധികരിക്കുന്നതിന് പണം നമുക്കൊക്കെ വേണം. അതേസമയത്ത് പേടിയുണ്ട്. ഞാൻ സംഭവം പറഞ്ഞുതരാം. ഷാമിലേക്ക് യുദ്ധത്തിന് പോയി വലിയ സമ്പത്ത് കൊണ്ട് സ്വഹാബികൾ തിരിച്ചു വന്നു. സമ്പത്തോട് കൂടി. ഇത് കണ്ടിട്ട് കരയും. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. പൊട്ടി കരയും. എത്രയോ ഉണ്ടാ ഹദീത്തുകളൊക്കെ എത്രയോ കാണാം. കരയും. മഹാനായ സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് കരയും, പൊട്ടിക്കരയും. അങ്ങനെ ഒരിക്കൽ എന്താണെന്നറിയോ, ആളുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾ വന്ന് സ്വഹാബികൾ ചോദിക്കുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ കരയണത്? ഇത് സന്തോഷല്ലേ? നമ്മൾ ഷാമിനെ ജയിച്ചടക്കിയില്ലേ, നമുക്കെല്ലാം കിട്ടിയില്ലേ? അപ്പോൾ പറയും, ഞാൻ പേടിക്കണത് ഇതല്ല. ഞാൻ പേടിക്കണത് മാ ഉഅ്തിയ ഖൗമുൻ മാലൻ ഇല്ലാ സാദ ഫീഹിമുൽ അദാവത്ത് വൽ ബഗ്ളാ. സമ്പത്ത് കൂടിയാൽ നമ്മൾ നശിക്കും, നമ്മൾക്കിടയിൽ ഭിന്നത കൂടും, നമ്മൾക്കിടയിൽ ശത്രുതയും കൂടും. മനസ്സിലായില്ല? ഈ ഉമർ ഇബ്നുൽ ഖത്താബിനെ അറിയില്ലേ? ലോകം കണ്ട ഔലിയ. ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖിനേക്കാൾ വലിയാണല്ലോ ആര്? എന്തേ? അല്ല അങ്ങനെ അഭിപ്രായമുള്ളവർ ഈ ബദിൽക്ക് പോയി കളി. എന്ത് മൊഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ്? ഞാൻ അതിനെ കുറ്റം പറയുന്ന അറിയണ്ട. അതിനേക്കാൾ വലിയ ആൾ 100 ഇരട്ടി വലിയ ആളാണടാ. 100,000 കോടാനക്കോടി 1,900,000 വലിയ ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലെങ്കിൽ ഇത് മൂമിനാവൂല. ഇത് മൂമിന് അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഫിൽ ജന്ന എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. വലിയ മഹാൻ തന്നെ. അതേസമയത്ത് ഉമർ ഫിൽ ജന്ന എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അലൈക്കും ബിസുന്നത്തി ഇത്തബിഉ മിൻ ബഅദി ഇഖ്തദു മിൻ ബഅദി അബൂബക്കറിൻ വ ഉമർ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിനെ പിൻപറ്റി റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ആൺകുട്ടി. അപ്പൊ അത്രയും വലിയ ഔലിയപ്പാപ്പയാണ് ആര്? ഉമർ ഖത്താബ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കശ്ഫിനും ഇൽഹാമിനും കണക്കുണ്ടോ? അള്ളാഹിന്റെ വഹയല്ല, ഇൽഹാം രാവും പകലും ഇറങ്ങുന്ന ആളാണ് ആര്? സയ്യിദുനാ ഉമർ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇത് എടുക്കാനും വയ്യ, വെക്കാനും വയ്യ. അപ്പൊ വളരെ എന്നാ ഈ ജനങ്ങളെ ഷാമിലേക്ക് യുദ്ധത്തിന് പറഞ്ഞേക്കൊണ്ടിരുന്നൂടെ? അത് പറ്റൂല. എന്നാ പറഞ്ഞേക്കുമ്പോ എന്ത് പറഞ്ഞൂടെ? പിന്നെ തോൽപ്പിച്ചു പോന്നാ മതി, പൈസ എടുക്കരുത് കേട്ടോ, അങ്ങനെ ഉണ്ട്. അങ്ങനെ പറഞ്ഞൂടെ?
നിങ്ങൾ ഉറങ്ങാണോ ഉണർന്നതാണോ? അങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെ? നിങ്ങൾ ഷാം യുദ്ധം ചെയ്ത് അവിടെ ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്താൽ മതി. എന്ത് ചെയ്യരുത്? ഒരെ പൈസ എടുക്കരുത് എന്ന് പറഞ്ഞൂടെ? പറയല, അത് പറഞ്ഞില്ലല്ലോ. ഇത് കൊണ്ടുവന്ന് മദീനക്കാർക്ക് കൊടുത്തല്ലോ. മദീനക്കാർ പിന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് ദിവസം അത് കയ്യിൽ വെച്ച് കരിഞ്ഞു. ആര്? ഉമർ ഖത്താബ്. ഇത് പേടിയാണ്. എന്നാ ഈ പൈസ ഒഴിവാക്കണില്ല. ഈ പേടി എൻ്റെ പേടി. കാരണം സമ്പത്ത് കൂടിയ ഭിന്നത കൂടിയുള്ളൂ. അത് ചില അന്തംഗങ്ങൾക്ക് മനസ്സിലാവണില്ല. എന്നാ ആ സമ്പത്ത് എതിരുമല്ല. ഈ സമ്പത്ത് ഒഴിവാക്കണം, വലിച്ചെറിയണം, വേണ്ട. പക്ഷെ അത് 100 വട്ടം ആലോചിച്ച് കൈകാര്യം ചെയ്യണം. കാരണം മനസ്സിലായില്ലേ? മാ ഉഴത്തിയ കൗമുൻ, ഒരു ജനത്തിനും നൽകപ്പെട്ടിട്ടില്ല മാലിനെ ഇല്ല 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 സാദ ഫീഹിമുൽ അദാവത്തുൽ ബൗക്കമഖാൽ. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ്, ഞാൻ പണ്ട് ഈ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അൽസിമേഴ്സ് ഉണ്ടാവും. എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? എന്ത് ഇപ്പൊ ഷാമിലേക്ക് യുദ്ധത്തിന് പോകരുത്, അത് നമ്മുടെ എക്കണോമിക് സിസ്റ്റം താറുമാറാക്കുന്നു ഉമർ ഖത്താബ് പറഞ്ഞോ? ഇല്ല. അവിടെ പോയാൽ മതി, യുദ്ധം ചെയ്താൽ മതി, പൈസ എടുക്കരുതെന്ന് പറഞ്ഞോ? അതുമില്ല. കിട്ടിയ സമ്പത്തൊക്കെ എടുത്തോളൂ, അത് നമുക്ക് നന്മക്ക് ചെലവഴിക്കാം, എന്ന് വിരോധമല്ല. പക്ഷെ സമ്പത്ത് എത്തിയപ്പോൾ കരഞ്ഞുപോയി. ദിവസങ്ങളാ കരഞ്ഞ്. എന്തുകൊണ്ട്? ആ ജനത്തിന് പിന്നെ വിതരണം ചെയ്യുന്നതിന് മുമ്പ് തഖ്സീം ചെയ്തു. വിതരണം ചെയ്യുന്ന മുമ്പ് കാരണം പറഞ്ഞു കൊടുത്തു. ഏത് ജനത്തിന് സമ്പത്ത് കിട്ടിയാൽ അവരെന്താവും? അവരിൽ ഭിന്നത അധികരിക്കും, ശത്രുത അധികരിക്കും. അതുകൊണ്ട് നിങ്ങളിത് വളരെ പേടിച്ച് കൈകാര്യം ചെയ്യണേ. അപ്പൊ ആ ബോധം അവർക്കുണ്ട്. അപ്പൊ ആ വല്ലാത്ത ബോധമാണ്. അപ്പൊ ഖലീഫക്ക് വരെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം പെരുന്നാപ്പള്ളിക്ക് പിന്നെ മെഹ്റാബിലേക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം കുറച്ച് വലിയ വസ്ത്രം. ബൈത്തുൽ മാലിൽ നിന്നാണ് ശീല കൊടുത്തത് എല്ലാവർക്കും. അവർക്കണ്ട് ഒപ്പിക്കാനുള്ള വസ്ത്രമേ ഉള്ളൂ. നിങ്ങൾ നല്ല ഉഷാറിലിരുന്നാലേ പറയുള്ളൂ. ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് ശീല കൊടുത്തു ജനങ്ങൾക്ക്. പെരുന്നാക്ക് വസ്ത്രം എടുക്കാനുള്ള വസ്ത്രം ഇല്ലാത്തോണ്ട് ബൈത്തുൽ മാലിൽ നിന്ന് വസ്ത്രത്തിന് ശീല കൊടുത്തു. ആർക്ക്? എല്ലാവർക്കും. അങ്ങനെ ഒരു ശീല ആർക്കുണ്ട്? ഖലീഫക്കുണ്ട്. ഖലീഫ പെരുന്നാളിന് വസ്ത്രം ഇട്ട് വന്നു. ഖലീഫാന്റെ വസ്ത്രം വലിയത്. മേറാബിക്ക് ഖലീഫാണ് കയറാമ്പോൾ ഒരു സഹാബി തടഞ്ഞു. ഇതിന് തീരുമാനം പറഞ്ഞിട്ട് മതിയാവും. ഞങ്ങൾ ഇവിടെ പെരുന്നാൾ പിന്നെ ഖുതുബക്ക് വന്നപ്പോൾ ഞങ്ങൾ ഒപ്പിച്ചു വന്നതാ. കാരണം ഞങ്ങൾക്ക് വസ്ത്രം തേഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ആട്ടിയ വലിയ വസ്ത്രം. അപ്പൊ നിങ്ങൾ ഖലീഫ എന്നുള്ള നിലക്ക് നിങ്ങൾ കുറച്ചേറെ വസ്ത്രം മുറിച്ചു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് തീരുമാനം പറഞ്ഞിട്ട് കയറിയാൽ മതി. ഇന്ന് നിങ്ങളെ ഇമാമത്തൊക്കെ ഞങ്ങളെ മൈക്കൂലാവും. അപ്പൊ ഖലീഫ പറഞ്ഞു, അൽഹംദുലില്ലാ, ഇങ്ങനത്തെ ആളുകൾ എൻ്റെ പ്രജകൾ ഉണ്ടായല്ലോ. അപ്പോൾ മകനെ വിളിച്ചു. മകൻ അടുത്ത സൊഫിലുണ്ട്. കയറി വാ. അതിന് ഇപ്പം മറുപടി അറിയട്ടെ. മകൻ മറുപടി പറഞ്ഞു, എനിക്കുള്ള വസ്ത്രവും ബാപ്പാക്കുള്ള വസ്ത്രവും രണ്ടാക്കും തേങ്ങില്ല. എൻ്റെ വസ്ത്രം എനിക്കും തികയൂല, ബാപ്പാൻ്റെ വസ്ത്രം ബാപ്പാക്കും തികയൂല. അതുകൊണ്ട് ഒരാൾക്ക് വസ്ത്രം ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വസ്ത്രം നിർബന്ധിച്ചു ബാപ്പ കൊടുത്തു. ഞങ്ങൾക്കത് മതിയാവില്ല ഉപ്പാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വസ്ത്രം കൂട്ടിയിട്ടാണ് ബാപ്പാക്ക് തുന്നിയത്. അതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പൊ എന്താ കാരണം? സമ്പത്ത് അധികരിച്ചതിന് ഒരു ഉറുപ്പ് ഏറെയെങ്കിലും കൂട്ടത്തിന് ഖലീഫ എടുക്കുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്ന ആളുകൾ, അവരെ പറ്റി ഖലീഫക്കുള്ള പേടി, ജനത്തിനും പേടി. ഇതാണ് ആ ജനതയെ നേരെ നിർത്തിയത്. ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട്. ഒരു കൂട്ടരാണ് പറയാൻ, നമ്മളാണ് മുണുങ്ങലാവുമ്പോൾ ഇവിടെ ഇതൊക്കെ നശിച്ചാണ് പോകും. അതിലിവിടെ പ്രശ്നം. ഇത് ചീത്ത പറഞ്ഞ എങ്ങായി ജിന്ന ചീത്ത പറഞ്ഞാൽ എനിക്കൊരു വിരോധമല്ല. എനിക്ക് ഇതിന് ഒരു ലാഭം ദുനിയാവിൽ കിട്ടണമെന്ന് ആഗ്രഹം തന്നെയല്ല, അള്ളാഹിൻ്റെ കോടതി കിട്ടണമെന്ന് ആഗ്രഹമുള്ളൂ. മരിച്ചിട്ട് സമാധാനത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ ഇതിൻ്റെ തോഫിക്ക് ഇതാണ് ചീത്ത പറയല്. ഈ ആഴ്ചൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്റ്റേജുമ്പോൾ കയറി രണ്ടൊക്കെ വിളിച്ചു പറയരുത്. മനുഷ്യന്മാർക്ക് ഇവിടെ സമാധാനത്തിൽ ജീവിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കാം, എനിക്കിത് പറയാക്കാൻ പറ്റൂല. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ കൂലി ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാലും കിട്ടും. റളിയല്ലാഹുവിന് മാത്രമല്ല കൂലിയുള്ളത്, എന്തിനും കൂലിയുണ്ട്. ലഅനത്തുല്ലാഹി അലൈഹി അതിനുണ്ട് കൂലി. പറയാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു കൊടുത്ത് എന്ത് പറയണം? റളിയല്ലാഹു അൻഹു എന്ന് പറയണം, ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞു കൊടുത്ത് രണ്ട് പറയണം. ഒക്കെ കൂടി നമ്മളെ ദീനം. ഞാൻ ഈ പറയുന്ന നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം.
നമ്മുടെ സമുദായം നശിച്ചു പോകരുത്. കണ്ടതൊക്കെ മുണങ്ങിയ നശിച്ചു, ചോദ്യം ചെയ്യാൻ ആളില്ലെങ്കിലും നശിച്ചു. പക്ഷെ വേറൊരു കൂട്ടരുണ്ട്, അവരെ ലക്ഷ്യം ഇത് നശിക്കലാണ്. അവർ അത്തരം കൾട്ടുകളാണ്, അവർക്ക് ഉൾപ്പെടരുത്. ഇവിടെ ഈ ലീഗും സമസ്തയും തന്നെ നിലക്കണം. നമുക്ക് വേറെ സംഘടന ഉണ്ടാക്കാൻ ഇവിടെ കായികമില്ലത്തിനെ പോലെയും ഒരു മുത്തക്കി പിന്നെ ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട എന്താ പറയുക, ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളെ പോലത്തെ ഒരു മുത്തക്കി പിന്നെ അവരുണ്ടാക്കി തന്നെ നമ്മൾ കൊലത്തിലായെങ്കിൽ നമ്മളുണ്ടാക്കിയ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഉണ്ടാക്കാം എന്ത്? ഇപ്പം ഞാൻ സംഘടന ഉണ്ടാക്കിയാൽ ഞാൻ തന്നെയല്ലേ അതിൻ്റെ ലോക പ്രസിഡന്റ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് വരിട്ടാൽ മതി. അപ്പോൾ എനിക്ക് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ നല്ല ഇവിടെ വേഗം എന്ത് ചെയ്യലാണ് വേറെ വേറെ റഹ്മത്തുള്ള ഖാസിമി കേരള ജമിയത്തുൽ ഉലമ. എന്നിട്ട് നിങ്ങളെ വരുന്നവരെയൊക്കെ 40 ആളെ മുഷാവറ. എന്നാൽ പിന്നെ എനിക്ക് അന്ന് മുതൽ എൻ്റെ ചിലവുറച്ചു. അപ്പം അതേ സമയത്ത് ഭൂമിൻ്റെ അടിയിൽ ഇറങ്ങിയാൽ തല്ലിട്ടും. കാരണം ഈ ജനത്തിന് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പിൻഗാമികൾക്ക് ഇജിപ്പോൾ ഏറെ വന്നാൽ കൊണ്ടുപോകുക എന്തിനാണ്? ഇജി മരിക്കണവരെയല്ലേ, ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ മുൻഗാമികൾ എന്താണോ ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ ഒപ്പം തന്നെ പോകണം. കണ്ടത് കണ്ടുകൊടുത്ത് പറയണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മുന്നോട്ട് പോകണം. അത് പറയേണ്ടത് പറയേണ്ട തന്നെ പറയണം. ഖലീഫനോട് ഒറ്റക്ക് പോയിട്ട് റൂമിൽ പോയി പറഞ്ഞാൽ പറയാം, അത് പറ്റൂല, അവിടെ തന്നെ അറിയണം. അപ്പം ഖലീഫ പറയും. ചിലപ്പോൾ ഖലീഫ ചിലപ്പോൾ കട്ടതായിരിക്കും, വേറെ ഖലീഫ കട്ടിട്ടുണ്ടാവും, പിന്നെ കക്കൂല. മനസ്സിലായില്ല? അവിടെ ആ ഖലീഫ കട്ടിട്ടില്ല, പക്ഷെ ഇനിയൊരു ഖലീഫ ഉണ്ടാവും. അപ്പോൾ എന്ത് വരണം? ചോദ്യം ചെയ്യലേര് വരണം. ഇല്ലെങ്കിൽ ഓല് കക്കും. ചോദ്യം ചെയ്യലേരില്ലെങ്കിൽ പിന്നെ എന്ത് നടക്കും? ഖലീഫ എന്ത് ചെയ്യും? കക്കുട. ഉമർ ഇബ്നു ഖത്താബിനെ വരെ ചോദ്യം ചെയ്താൽ പിന്നെ വേറെയുള്ളവരുണ്ടോ? അപ്പൊ ഈ 2 പ്രസംഗങ്ങളും തെറ്റാണ്. എന്ത്? അതായത് ലോകാവസാനം വന്നു ഞങ്ങളൊപ്പം കൂടിക്കൊള്ളി, ലോകാവസാനം അടുത്തൊന്നും വരില്ല, നിങ്ങൾ പേടിക്കണ്ട. അത് അമിതമായ ഭയം ഉണ്ടാക്കി ജനങ്ങളെ വശത്താക്കുക, അമിതമായ പ്രതീക്ഷ കൊടുത്ത് ജനങ്ങളെ ഭൗതിക പ്രമത്തരാക്കുക. എന്നാ അങ്ങനെയല്ല, നമ്മൾ രണ്ടിൻ്റെ അടിയിൽ നിൽക്കുക. വരുമാനം വേണ്ടേ? വേണം. വരുമാനം വേണ്ടേ? വേണം. മുതല് വേണ്ടേ? വേണം. മനസ്സിലായില്ലേ പറഞ്ഞത്? മുതല് വേണ്ടേ? പറയാം, മുതല് വേണ്ടേ? വേണം. ചില ആളുകൾ എനിക്ക് വിളിക്കും, ഞങ്ങൾ ദുബായിലോട്ട് പോന്നാലോ ഉസ്താദേ. ഈ വേലൊക്കെ കേട്ട് ചിലർ വിളിക്കാം, സാറേ ഇവിടെ ഞങ്ങൾക്ക് ഇനി കഴിയണില്ല, ദുബായിന് പോന്നാലോ. ആയിക്കോട്ടെ, എവിടുക്കാ പോണത്? കേരളം അതിൻ്റെ അപ്പുറമല്ലേ? അതിൻ്റെ അപ്പുറമാണ് ദുബായ്, അതിനപ്പുറമാണ്. ഞാൻ ഈ ലണ്ടൻ പോയിക്കോ. ലണ്ടനിൽ എന്താ എവിടുക്കാ പോണത്? ഇവിടെ ക്ലാസ്സിന് വരുന്ന ഒരുത്തൻ 2 വട്ടം എന്നോട് പറഞ്ഞു, എൻ്റെ മൈലേജ് ശരിയില്ല, ഞാൻ അവിടുന്ന് പോവുകയാണ്. ആയിക്കോട്ടെ, മറ്റൊരു മൈലിൽ പറഞ്ഞോണ്ടാ. എൻ്റെ മൈലിൽ പറ്റൂല, എൻ്റെ മൈലും ശരിയില്ല. ഏത് മൈലിലാണ് ശരിയുള്ളത്? അപ്പൊ ഉള്ള മൈലിൽ എവിടേക്കാണ് പോണേ? മൂത്തേടെ മൈലിൽ അമ്മയ്ക്ക് ശരിയില്ല, എൻ്റെ അമ്മ ശരിയില്ല നല്ലോട്ട് പറഞ്ഞു. അഞ്ഞ് ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ശരിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കുറച്ച് കാലം കൂടി അവിടെ കഴിഞ്ഞുവിടണം. അതുകൊണ്ട് ശരിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ശരിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനേലും കമ്മിറ്റിയില്ല. എൻ്റെ വാപ്പൻ്റെ വസിയത്താൻ കമ്മിറ്റി കൂടരുത്, ഒരു നാട്ടിലെ കമ്മിറ്റിയിൽ കൂടരുത് കേട്ടോ, പള്ളി കമ്മിറ്റി കൂടരുത്, പള്ളിനെ ഏറ്റി വരേണ്ടി വരും, അതിന് എനിക്ക് പറ്റൂല കേട്ടോ, കമ്മിറ്റി കൂടരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടൂല, മരിക്കണ വരെ കമ്മിറ്റി കൂടൂല ഇൻഷാ അല്ലാഹ്. ഒരു പള്ളി കമ്മിറ്റി ഞാൻ കൂടൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇവിടെ നമ്മൾ പറഞ്ഞത് മനസ്സിൽ എന്ത് പറയാനപ്പോൾ ഞാൻ പറഞ്ഞത്? എന്ത് പറയാനാ? എന്തോ ഒന്ന് പറയാനാണുള്ളത് പറഞ്ഞ്? അതെ അതെ, മയലിൽ വിടുകയാണ്. ഏത് മയലിക്ക പോണ്? ഏത് മയലിക്ക പോണ്? ഭൂമിയുടെ അവകാശികൾ എന്നൊരു പുസ്തകമുണ്ട്, ഒരു പുസ്തകമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്. അതൊരു പാമ്പിൻ്റെ കഥയാണ്. ഒരു പാമ്പ് ഒരു തൊടുവിലെത്തിയപ്പോൾ ആ പരക്കാർ പാമ്പിനെ ആട്ടി. അങ്ങനെ പാമ്പ് ഇതിവിടെ പറ്റാത്ത സ്ഥലം വിചാരിച്ച് വേറൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അത് വേറൊരാളെ തൊടുവാണ്, അവിടുന്ന് ആട്ടി. മനസ്സിലായില്ല? പിന്നെ വേറെ തൊടു ചെന്നു, വേറെ സ്ഥലത്തേക്ക് ആ ബെയിലി കടന്ന് പാമ്പ് ചാടി. അപ്പച്ചും അത് പാമ്പിനെ എവിടെ പാർക്കുക? അപ്പൊ പാമ്പിനെ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പാമ്പ് ഊത്തിയിട്ട് ഓലെ പേടിപ്പിച്ച് ആട്ടണം. കാരണം ഇത് കുഞ്ഞറമ്പിൻ്റെ ആണ്, മറ്റേ കുട്ടറായിൻ്റെ ആണ്. ആ കുട്ടറായിൻ്റെ ആണ്, മറ്റേ കുഞ്ഞിരായിൻ്റെ ആണ്. ഭൂമിയിൽ എവിടെയും മനുഷ്യന്മാർ വെയിലിട്ടാത്തൊരു ഭൂമി ഇല്ലല്ലോ. അപ്പം പാമ്പിനെ പാമ്പ് അവിടെ എന്ത് ചെയ്യണം? ജാതി ചെയ്ത് നിൽക്കുക. എൻ്റെ വയലിൽ ശരിയില്ല എന്നാ അവിടുന്ന് പാഞ്ഞു, പായു ശരിയില്ല എന്നാ കുളിമാട്, പിന്നെ കുളിമാട് പോയി, പിന്നെ മാവൂര് ശരിയുണ്ടോ? ആ പായി തന്നെ. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ പുതിയ മയലിൽ ഉണ്ടാക്കേണ്ടി വരും. കടൽക്കരയിലുള്ള മയലും ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാവും.
ഇത് ലോകാവസാനായി എങ്ങായി. അപ്പൊ ജിഹാദ് ചെയ്ത് പിടിച്ചവിടെക്കുക, ജനറൽ ബോഡിയിൽ വർത്താനം പറഞ്ഞോട് വർത്താനം പറയാ. കുറെയൊക്കെ നമ്മൾ 100 എണ്ണം പറയുമ്പോൾ 10 എണ്ണെങ്കിലും അത് ശരിയാവും. മനസ്സിലായോ പറഞ്ഞത്? മുണ്ടാതെന്നാലോ 100 എണ്ണം നാശാവും. അപ്പൊ നമ്മൾ ഇതായിട്ടില്ല, പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറയുന്നത് മുതലാളികളിൽ നിന്ന് മുണുങ്ങാൻ മാത്രമാണ്. കച്ചവടക്കാരായ കോർപ്പറേറ്റുകളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാർ നടത്തുന്ന കളികളിൽ വഞ്ചിതരാകരുത്. അതേ മുസ്ലിയാക്കന്മാരെന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാ ലോകാവസാനം, ഇതാ ഒരു വിളിപ്പാടകരൻ, അങ്ങനെ അവസാനം നടത്തിയിട്ടുണ്ട്. അതിന്റെ അത് അന്നത്തെ കച്ചവടം, ഇതോ ഇന്നകത്തെ കച്ചവടം. ഇവരൊന്നും എനിക്ക് വിരോധമല്ല, അവിടെ തിരുത്തൽ മാത്രമാണ് ഈ ചെയ്യണത്. മനസ്സിലായോ? അപ്പൊ രണ്ടിന്റെയും ഇടയിലാണ് ഒരു മുമ്പിൽ നിൽക്കേണ്ടത്. പരിധി വിട്ട് പേടിയുണ്ടാകരുത്, പരിധി വിട്ട് പ്രതിഷേധം. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മലബാറിലുണ്ട് ഒരു നിലപാട്. അത് പഠിച്ചോൻ പേടിച്ചിട്ടൊന്നുമല്ല. എന്തിനു പേടിച്ചിട്ടാ? യുദ്ധത്തിൽ പേടിച്ചിട്ടാ. ആയിക്കോട്ടെ, അപ്പൊ ഈ അവസ്ഥ നമ്മൾ നിലനിർത്തുക. ഇതൊന്നും നിലനിൽക്കൂല. അമിതമായ പേടിയും വേണ്ട, അമിതമായ പ്രതീക്ഷയും വേണ്ട. ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ എനിക്കുണ്ട്, പെൺകുട്ടികൾ. എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ത് ഏറ്റവും കെട്ടിക്കണ കാണണം. പിന്നെ എന്തെന്നറിയോ, നീ നിന്റെ ഹബീബ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് നിന്റെ അവസാനമാണ് നിന്റെ ഖിയാമത്ത്. അതെപ്പോഴും സംഭവിക്കും. അയിനമാത്തക്കൂനു യുദിരിക്കുൽ മുൽ മൗത്തു, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടും. നമ്മളെ ഖിയാമത്ത് എന്നത് നമ്മുടെ മരണം. ഓരോരുത്തരും അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഉദാഹരണം സ്റ്റീവ് ജോബ്സിൻ്റെ, ഇപ്പോൾ ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടറാണ് സ്റ്റീവ് ജോബ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം 2005 ഈ പ്രസംഗം ഈ അടുത്ത ദിവസം ഞാനൊന്ന് വീണ്ടും കേട്ടു. അപ്പോൾ സ്റ്റീവ് ജോബ്സ് അതിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അയാൾ പറയുന്നുണ്ട്, നീ ഓരോ ദിവസവും ഞാൻ കച്ചവടത്തിൽ വിജയിക്കാൻ കാരണം എൻ്റെ ലാസ്റ്റ് ദിവസം ഇന്നാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് അന്ന് ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി സമർപ്പിക്കും. സത്യത്തിൽ അത് കച്ചവടമാണ്. അങ്ങനെയല്ല നബി പറഞ്ഞു. എന്നാലും അത് അയാൾ കച്ചവടക്കാരനാണ്. എൻ്റെ കമ്പനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നീ ചെയ്യേണ്ടത് ഇന്നാണ്. കാരണം നീ മരിച്ചാലും നിൻ്റെ കമ്പനി ഉഷാറാക്കണമെങ്കിൽ നീ അത്രയും പണി ഇന്നെടുക്കണം. ഞാൻ നേരം എടുത്താൽ കണ്ണാടിയിൽ കൂടെ മുന്നിൽ പോയി നിൽക്കും. അയാൾ പറയാം, സ്റ്റീവ് ജോബ്സിൻ്റെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 2005 പിന്നെ സ്റ്റീവ് ജോബ്സ് നടത്തിയ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് പറയും, നിൻ്റെ ലാസ്റ്റ് ഡേ ഇന്നാണ്. കമ്പനിക്ക് വേണ്ടി ഇത് വേണ്ടത് ചെയ്തോ. അത് നമ്മളാണ് മാറ്റിച്ചിട്ട് നമ്മൾ നഫ്സുൻ മാ ഖദ്ദമത്ത് ലിഗദിൻ. എൻ്റെ അവസാനത്തെ ദിവസം, എൻ്റെ ഖിയാമത്ത് നാൾ തന്നെയാണ്. പരമാവധി ഭൗതികതയിൽ ചാടണ്ട. അതേ സമയത്ത് കുട്ടികൾക്കൊക്കെ ചെയ്തു വെച്ചോ. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കണം. ബൈനൽ ഖൗഫി റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത. ഒരാളെ നിസ്സാരപ്പെടുത്തൽ ഈ പ്രഭാഷണത്തിൽ ഉദ്ദേശമില്ല കേട്ടോ. ഒന്നാരും വിചാരിക്കരുതേ. ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാകാൻ ശരിക്കത് ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശം. എൻ്റെ പ്രസംഗം അവസാനത്തെ പ്രസംഗമല്ല. എപ്പോഴും ഞാൻ തിരുത്തിയിട്ടുണ്ട്, ഇനിയും തിരുത്താൻ തയ്യാറുമാണ്. നമ്മൾക്ക് നാളെ പരാജയപ്പെടരുത്, അങ്ങനെ പോകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.